ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലോട്ട് പോവാം. ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഇഞ്ചിയൊക്കെ തൊലി കളയാനുള്ള സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കത്തി യൂസ് ചെയ്യാതെ ഇഞ്ചിയുടെ തൊലി നീറ്റായിട്ട് കളയാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഫസ്റ്റ് ടിപ്പ്. അപ്പം അതിനായിട്ട് ഞാൻ ഇഞ്ചി ഇതാ കൈ വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മുറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിലുണ്ടായിരുന്ന ചെളിയൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തൊലി കളയാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ളൊരു സ്പൂണാണ്. ഇതിൻ്റെ ഈ ഷാർപ്പായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കത്തി കൊണ്ട് ക്ലീൻ ആക്കി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇഞ്ചിയുടെ തൊലിയൊക്കെ നീറ്റായിട്ട് പോയി കിട്ടും കേട്ടോ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് മാത്രമല്ല, ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഒട്ടും പ്രയാസമല്ല കേട്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഒന്ന് ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ചൂടുകാലത്ത് എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് വാട്ടർമെലൺ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ പീസിലും അതിൻ്റെ കുരു ഉള്ളത് കൊണ്ട് തന്നെ മക്കൾക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ ഓരോ പീസിൽ നിന്നും കുരു എടുത്ത് മാറ്റുക എന്നുള്ളത് കുറച്ച് റിസ്ക്കാണ്. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലൊറ്റൊരു കുരു പോലും പെടാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മക്കൾക്ക് ഈസി ആയിട്ട് അത് കഴിക്കാനും പറ്റും. അപ്പോൾ അതാണ് നെക്സ്റ്റ് ടിപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു വാട്ടർമെലൻ്റെ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു തൊലി വരുന്ന ഭാഗം ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ആ വൈറ്റ് പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു വാട്ടർമെലൺ ഞാൻ ഇതുപോലെ 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ വിലങ്ങിനാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇത്രയാണ് ഞാനൊരു വാട്ടർമെലൺ കട്ടാക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ 3 പീസാണുള്ളത്. ഇതിൽ നിന്നൊരു പീസ് എടുത്തതിന് ശേഷം കുരു വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതിനെ ചാരിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് തന്നെ കുരു വരുന്നതുകൊണ്ട് കത്തി വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അതിൽ നിന്ന് കുരു കളഞ്ഞെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ സെൻറ്റർ പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സെൻറ്റർ പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒട്ടും കുരു ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ കുരു കളഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും അതിൽ കുരു ഇല്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി വാട്ടർമെലണൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മുടെയൊക്കെ വീടുകളിൽ ജീൻസ് യൂസ് ചെയ്യുന്ന മക്കളുണ്ടാവും. അപ്പോൾ ഒത്തിരി നാളത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ജീൻസിൻ്റെ കളറ് മങ്ങിയിട്ടോ അതല്ലെങ്കിൽ അവർക്ക് ടൈറ്റായിട്ടോ നമ്മൾ ഒഴിവാക്കാറുണ്ട്. അങ്ങനെയുള്ള ഇത് നമ്മൾ സിമ്പിളായിട്ട് ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ ഇതുപോലെയുള്ള ജീൻസൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ നമുക്ക് അതിൻ്റെ ഒരു അരഭാഗം ഒന്നും നമുക്ക് വേണ്ട, ഈ ഒരു കാലിൻ്റെ പോർഷൻ മാത്രം മതി. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ തയ്യൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു പോർഷനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതല്ലെങ്കിൽ അത് ഒത്തിരി കട്ടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് 2 കാലിൻ്റെയും ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പുട്ടുംകുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് നോക്കുക, നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒത്തിരി ലൂസായിട്ട് നിൽക്കാൻ പാടില്ല, അതിന് കറക്റ്റായിട്ട് തന്നെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രയും മതി എനിക്ക്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കളർ മങ്ങിയിട്ടുള്ള ജീൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തുണിയായാലും മതി. അതിന് ശേഷം ഞാൻ ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചുളിവോ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അത് നമ്മൾ കറക്റ്റാക്കിയിട്ട് വേണം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ലപോലെ ലെവലായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി തയ്യൽ മെഷീനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതിൻ്റെ 2 സൈഡും ഉള്ളിലേക്കൊന്ന് മടക്കിയതിന് ശേഷം കൂട്ടി തയ്ക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തയ്യൽ മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു വശം കൂട്ടിയിട്ട് സ്റ്റാപ്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ പുട്ടുംകുറ്റി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചൊന്ന് ഏറെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കണ്ടില്ല, ഇത്രയും എനിക്ക് ബാലൻസ് ഉണ്ട്. ഈ ഒരു വശം കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം
സ്റ്റേപ്ലെയർ ചെയ്യാം. അപ്പോൾ ഞാനിതാ ബാലൻസ് വന്ന പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റേപ്ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് ഇതാണ് കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ളതും ഒന്ന് ഹാർഡായിട്ടുള്ളതും. കട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ജീൻസിനനുസരിച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കിത് കുറച്ചൊരു ലെങ്ത്ത് കുറവുണ്ട്, ഞാനിത് വേറൊരു ആവശ്യത്തിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗവും ഓപ്പോസിറ്റിൽ ഹാർഡായിട്ടുള്ള ഭാഗവുമാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെച്ച് കഴിയുമ്പോൾ തിരിയാതിരിക്കാനായിട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതുപോലെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ കേടുകൂടാതെ തന്നെ നിന്നോളും, ഒത്തിരി കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിതാ ഈ ഒരു വശത്ത് ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വശം കൂടി സ്റ്റാപ്ലെയർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു സ്ട്രാപ്പിൻ്റെ 4 സൈഡിലും ഇതുപോലെ സ്റ്റാപ്ലെയർ ചെയ്തെടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ കൈത്തുന്ന തുന്നാണെങ്കിലും മതി. സ്റ്റേപ്ലെയർ ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ബലത്തിനായിട്ട് 2 സേഫ്റ്റി പിന്ന് കൂടി കുത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സൈഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മറുവശത്ത് കൂടി നമുക്ക് മറ്റേ പീസ് പിടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഈ ഒരു പോർഷൻ ഇവിടെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗവും ഞാൻ സ്റ്റേപ്ലെയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ചെയ്ത പോലെ തന്നെ 2 സേഫ്റ്റി പിന്ന് കൂടി ഞാൻ ആദ്യം കുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ സ്റ്റേപ്ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് കുക്കായി കഴിഞ്ഞാൽ വാങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ആവി തട്ടാനോ അതല്ലെങ്കിൽ പൊള്ളലേൽക്കാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതല്ലെങ്കിൽ നമ്മൾ വലിയ തുണിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്യാസിൽ നിന്ന് ആ തുണിയിലേക്ക് തീ പടരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വാങ്ങാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ജീൻസിൻ്റെ ഇതുണ്ടല്ലോ, അതിതാ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ജീൻസ് നല്ല തിക്കായിട്ടുള്ള ക്ലോത്ത് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്ര ചൂടാണെങ്കിലും ആ ഒരു ചൂടോ അതല്ലെങ്കിൽ പൊള്ളലോ ഒന്നും ഏൽക്കാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. സേഫായിട്ട് തന്നെ നമുക്കത് സ്റ്റൗവിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഇപ്പം ഞാനിത് അത് കണ്ടില്ലേ, നല്ല ചൂടുണ്ട്, പക്ഷെ ഒട്ടും നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ചൂടിൻ്റെ ഒരു അംശം പോലും ഇല്ല കേട്ടോ. നമ്മൾ ഒഴിവാക്കിയ ജീൻസ് കൊണ്ടൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.